നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിൽ അപ്ലൈഡ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 2A ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ലാസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ 12 ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 12 നോക്കാം. ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് എ ഫാക്ടറി പ്രൊഡ്യൂസിംഗ് എ കമ്മോഡിറ്റി ഇൻ ദ മാനുഫാക്ചർ ഓഫ് വിച്ച് 3 പ്രോസസ് ആർ ഇൻവോൾവ്ഡ്. 3 പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോഡക്റ്റിന്റെ കാര്യമാണ്, അതിന്റെ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ഓരോ സ്റ്റേജസിന്റെയും കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കണം. ഇത് നോക്കിയാൽ ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോസസ് സെപ്പറേറ്റ് പ്രോസസ്സും ഡെയിലി കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡെയിലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് എന്താണ്? ഇവിടെ പ്രോസസ്സ് ബിയുടെയും പ്രോസസ് സിയുടെയും കോസ്റ്റ് പെർ യൂണിറ്റ് ചാർജ് ചെയ്യുന്നത് പ്രോസസ്സ് എയുടെയും അതുപോലെ തന്നെ A+B റെസ്പെക്റ്റീവ്ലി ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് കോസ്റ്റുകൾ പറയുന്നുണ്ട്. ഡയറക്റ്റ് വേജസ് പറയുന്നു, മെഷീനറി എക്സ്പെൻസസ്, ഫാക്ടറി ഓവർഹെഡ്, റോ മെറ്റീരിയൽ ഉപയോഗിച്ചത് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോന്നിൻ്റെയും യൂണിറ്റ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് വരയ്ക്കണം? പ്രോസസ് എ അക്കൗണ്ട്, ബി അക്കൗണ്ട്, സി അക്കൗണ്ട് വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പ്രോസസ് എ അക്കൗണ്ട് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോസ്റ്റുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഏത് കോസ്റ്റ് ആണ്? മെറ്റീരിയൽ കോസ്റ്റ് ആണ്. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് എ മെറ്റീരിയൽസ് ഉപയോഗിച്ചത് 2400 രൂപയുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. തൊട്ട് താഴെയായിട്ട് പറയുന്നുണ്ട് 37,000 യൂണിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം മെറ്റീരിയൽസ് യൂണിറ്റിന്റെ കോളത്തിൽ എഴുതണം 37,000. എമൗണ്ട് എത്രയാണ്? 2400. അടുത്ത എക്സ്പെൻസ് എന്താണ്? ലേബർ ആണല്ലേ. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഡയറക്റ്റ് വേജസ്, എമൗണ്ട് 640. അടുത്ത എക്സ്പെൻസ് മെഷീനറി എക്സ്പെൻസ് ആണ്. എഴുതാം മെഷീനറി എക്സ്പെൻസിന്റെ എമൗണ്ട് 360. ഇതിന് അടുത്തതാണ് ഫാക്ടറി ഓവർഹെഡ് എമൗണ്ട് 200. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം എഴുതി. ഇനി എന്താണുള്ളത്? നമ്മളെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ഇവിടെ ആകെ നമുക്ക് തന്നിരിക്കുന്നത് വേസ്റ്റേജ്. പ്രോസസ്സ് എക്ക് 1000 യൂണിറ്റ് വേസ്റ്റേജ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇൻപുട്ടിനകത്ത് എന്ത് ചെയ്യും? ലോസ് ഇൻ വെയിറ്റ് ആണ് തന്നിരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം ലോസ് ഇൻ വെയിറ്റ് എന്നോ അല്ലെ വേസ്റ്റേജ് എന്നോ എഴുതിയാൽ മതി, തെറ്റില്ല. ലോസ് ഇൻ വെയിറ്റ് എത്രയാണ്? 1000 യൂണിറ്റ്. അപ്പോൾ ഇവിടെ റിയലൈസബിൾ വാല്യൂ ഒന്നും ഇല്ല, അതുകൊണ്ട് എമൗണ്ട് കോളത്തിൽ ഒന്നും എഴുതരുത്, യൂണിറ്റിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് എത്രയാണോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ എഴുതുക പ്രോസസ് ബി അക്കൗണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ക്രെഡിറ്റിൽ എമൗണ്ട് ഒന്നും ഇല്ല അല്ലേ. ഇവിടെ ആകെ 37,000 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1000 യൂണിറ്റ് ലോസ് സംഭവിച്ചാൽ ബാക്കി 36,000 യൂണിറ്റ് എന്ത് ചെയ്യണം? പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി എത്ര രൂപയുടെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ചെയ്യേണ്ടത് നമ്മളുടെ കോസ്റ്റ് എല്ലാം കൂടെ നോക്കുക. കോസ്റ്റ് ഇവിടെ നോക്കിയാൽ 2400, 640, 360, 200 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3600 കിട്ടും. ഈ 3600നെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ്. നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് അറിയാം? 36,000 എന്ന് നമുക്കറിയാം. 3600 കോസ്റ്റിനെ 36,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 10 പൈസയാണ്. മൊത്തം 36,000 യൂണിറ്റ് നമുക്കുണ്ട്. ഒരു യൂണിറ്റിന് 10 പൈസ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിലയിടുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ₹10. അപ്പോൾ നോക്കിയേ, 36,000ത്തെ 10 പൈസ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3600 കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? 3600 രൂപയാണെന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 2 സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇവിടെ എത്രയാണ്? 3600. ഇവിടെ എത്ര തന്നെ വരും? 3600. ഇവിടെ എന്തില്ല? പ്രോഫിറ്റോ ലോസോ ഒന്നും ഇല്ല. യൂണിറ്റും അത് തന്നെയാണ് 37,000. ഇവിടെയും 37,000. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രോസസ് എ അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മുടെ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി
10 പൈസ എന്ന് കിട്ടി. അപ്പം മൊത്തം നമുക്കറിയാം 36,000 യൂണിറ്റ് ആണ് ഇവിടെ ഔട്ട്പുട്ട്. ആ 36,000-നെ 10 പൈസ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,600 എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് പ്രോസസ് ബി അക്കൗണ്ട് വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പ്രോസസ് ബി അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ പ്രോസസ് ബി ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ട ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്ര യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്? 4,000 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എഴുതാം യൂണിറ്റിൻ്റെ കോളത്തിൽ 4,000. ഇന്ന് നോക്കിയേ, എത്ര രൂപയുടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം പ്രോസസ്സ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റിന് തുടക്കത്തിലേ പറയുന്നുണ്ട് പ്രോസസ് ബിയുടെയും പ്രോസസ് സിയുടെയും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? തൊട്ട് മുന്നത്തെ പ്രോസസ്സിൽ എത്രയാണോ പെർ യൂണിറ്റ് അത് വേണം എടുക്കാൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, 4,000 യൂണിറ്റ് ഓപ്പണിംഗ് എന്നേ പറയുന്നുള്ളൂ. അത് എത്ര രൂപയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ് എയിൽ പെർ യൂണിറ്റ് എത്രയായിരുന്നു? 10 പൈസയായിരുന്നു. അപ്പം അത് തന്നെ നമ്മൾ ഇവിടെ എടുക്കുക. എത്രയാണ്? അറ്റ് 10 പൈസ. അപ്പം 4,000-നെ 10 പൈസ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് എങ്ങനെ 10 പൈസ കൊണ്ട് ഗുണിക്കുന്നത് വെച്ചാൽ 4,000 ഇൻറ്റു 10 പൈസ എന്ന് പറയുമ്പോൾ 0.10 ആണ്. ഗുണിക്കുമ്പോൾ നമുക്ക് 40,000 കിട്ടും. ഇവിടെ 10 പൈസ എന്ന് പറയുമ്പോൾ 2 സ്ഥാനം മാറ്റിയാണ് കുത്ത്. അപ്പം നമ്മൾ 40 അത് പോയിന്റ് ഇല്ലാതെ അങ്ങ് ഗുണിക്കുക. ഗുണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടും. 400.00 എന്ന് വരും. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0 നമുക്ക് വേണ്ട. അങ്ങനെയാണ് നമുക്ക് ഈ 400 കിട്ടുന്നത്. ഓക്കെ, 400 എഴുതാം. ഇനി അടുത്ത എന്താണ്? നമ്മളുടെ പ്രോസസ് എയിൽ നിന്നും പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് എഴുതണം. അപ്പോൾ എഴുതാം പ്രോസസ് എ അക്കൗണ്ട്. എത്രയായിരുന്നു? മൊത്തം 36,000 യൂണിറ്റ് ആയിരുന്നു. 3,600 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? 3,600 രൂപയുടെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അത് എഴുതി. ഇനി ബാക്കിയുള്ള എക്സ്പെൻസ് എഴുതാം. ആദ്യം തന്നെ എന്താണ്? ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ടായിരുന്നു 1,200. പിന്നെ എന്താ തന്നിട്ടുള്ളത്? മെഷീനറി എക്സ്പെൻസസ് പറയുന്നുണ്ട്. മെഷീനറി എക്സ്പെൻസ് എത്രയാണ്? 300. then അടുത്ത എന്താണ്? ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് 225. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും എഴുതി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ പ്രത്യേകത അന്നന്ന് തന്നെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നത്. മാത്രം നമ്മുടെ ക്വസ്റ്റിനിൽ തരുന്നുണ്ട് പ്രോസസ് ബിയുടേതും പ്രോസസ് സിയുടെയൊക്കെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ആദ്യം എഴുതുക, അതിനുശേഷം മറ്റേ പ്രോസസ്സിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് എഴുതുക. ദെൻ ബാക്കിയുള്ള വേജസും എന്താണ് എക്സ്പെൻസസും ഒക്കെ എഴുതി. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ഇവിടെ നോക്കിയേ, പ്രോസസ് ബിയിൽ പറയുന്നുണ്ട് 1,500 യൂണിറ്റ് വേസ്റ്റേജ് എന്ന് പറയുന്നു. ഒന്നുകിൽ ലോസ് ഇൻ വെയിറ്റ് എന്നോ അല്ലെങ്കിൽ വേസ്റ്റേജ് എന്നോ പറഞ്ഞിട്ട് നമ്മുടെ യൂണിറ്റ് കോളത്തിൽ അത് കാണിക്കുക. 1,500. ഇത് റിയലൈസ് ചെയ്യുന്ന കാര്യം, ഇത് വിൽക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ യൂണിറ്റിൽ മാത്രം കാണിക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ പ്രോസസ് ബിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 1000 എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് ആദ്യം എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1000. അപ്പോൾ നോക്കിയേ, ഇവിടെ 1000 എന്ന യൂണിറ്റേ തന്നിട്ടുള്ളൂ. എത്ര രൂപയുടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? പ്രോസസ് എയുടെ പെർ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് 10 പൈസയാണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? അറ്റ് 10 പൈസ. എത്ര വരും? 100. അപ്പോൾ 1000 ക്ലോസിംഗ് സ്റ്റോക്ക് 10 പൈസ വെച്ച് മൊത്തം 100 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇനി ബാലൻസ് ഉള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോസസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നമുക്കിവിടെ മൊത്തം എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കാം. 40,000 യൂണിറ്റ് അല്ലേ? 4,000 + 36,000 എന്ന് പറയുമ്പം 40,000 യൂണിറ്റ് ആയിരുന്നു നമ്മുടെ ഈ പ്രോസസ് ബിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും എത്ര പോയി? 1,500 യൂണിറ്റ് എന്ത് സംഭവിച്ചു? വേസ്റ്റേജ് സംഭവിച്ചു. ബാലൻസ് 38,500 യൂണിറ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഇപ്പം ഔട്ട്പുട്ടായിട്ടുള്ളത്. ആ 38,500-ൽ നിന്നും 1000 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് അവിടെ വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ എങ്ങോട്ട് അയച്ചത്? നമ്മുടെ എന്താണ് അടുത്ത പ്രോസസ്സിലോട്ട് അയച്ചു, പ്രോസസ് സിയിലോട്ട് അയച്ചത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ 38,500 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ 38,500-ൽ നിന്നും എന്ത് കുറയ്ക്കുക? ക്ലോസിംഗ് സ്റ്റോക്കായിട്ടുള്ള 1000 കുറച്ച് 37,500 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസസ് ബിയിലോട്ട് പ്രോസസ് സിയിലോട്ട് അയക്കുന്നത്. അപ്പോൾ എഴുതുക പ്രോസസ് സി അക്കൗണ്ട്. എന്നിട്ട് യൂണിറ്റിന്റെ കോളത്തിൽ എഴുതുക 37,500. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുക. എന്നിട്ട് അതിൽ നിന്നും ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോക്കിയേ,
ഇവിടെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പം 400, 3600, 1200, ദെൻ 300, 225. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5725 എന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് എന്ത് കുറയ്ക്കാം? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 100 കുറയ്ക്കാം. ബാക്കി എത്ര വരും? 5625 എന്ന് വരും. ഓക്കെ, ഈ 5625 നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഇവിടെ അങ്ങ് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്നും 5625 നിന്നും എന്ത് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണ്? 37,500 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 പൈസ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഈ 37,500 എത്രയാണ്? 15 പൈസ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 5625 കിട്ടും. ഓക്കെ, അപ്പൊ ഈ 5625 ഈ ഇതിൽ നിന്നും ഈ 100 കുറച്ചിട്ട് എഴുതിയാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് 37,500 നിന്ന് ഗുണിച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? 15 പൈസയാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഈ പ്രോസസ് ബിയുടെ പെർ യൂണിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 5725 വരും. ഇവിടെ എന്ത് വരും? 5725. യൂണിറ്റ് 40,000. ഇവിടെ യൂണിറ്റ് 40,000. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രോസസ് ബി അക്കൗണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ് സി അക്കൗണ്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇനി പ്രോസസ് സി അക്കൗണ്ട് ആണ്. പ്രോസസ് സിക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? എമൗണ്ട് അറിയില്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് സിയുടെ എന്ന് പറയുമ്പോൾ തൊട്ട് മുന്നത്തെ ആയിരിക്കും. ഓക്കെ, അപ്പൊ തൊട്ട് മുന്നത്തെ എത്രയായിരുന്നു? 15 പൈസയായിരുന്നു. അപ്പൊ നമുക്ക് എഴുതാം അറ്റ് 15 പൈസ. 16,500 യൂണിറ്റിനെ 15 പൈസ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 2475. അപ്പൊ നമ്മളിവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം എടുക്കേണ്ട തൊട്ട് മുന്നത്തെ പ്രോസസ്സിന്റെ പെർ യൂണിറ്റ് വേണം എടുക്കാൻ. നോക്കിയേ, അടുത്ത എന്താണ്? പ്രോസസ് സിയിലോട്ട് പ്രോസസ് ബിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എഴുതാം. പ്രോസസ് ബി അക്കൗണ്ട് എത്രയായിരുന്നു? 37,500 യൂണിറ്റ്. എത്ര രൂപ വെച്ച്? 5,625 രൂപയുടേത് പ്രോസസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്താണ്? ഡയറക്റ്റ് വേജസ് പറയുന്നുണ്ട്. എമൗണ്ട് 2,925. പിന്നെ എന്തായിരുന്നു? മെഷീനറി എക്സ്പെൻസ് പറയുന്നുണ്ട്. എത്രയാണ്? 360. ദെൻ ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എത്രയായിരുന്നു? 240. ഓക്കെ, ഇനി എന്താണ്? വേസ്റ്റേജ് പറയുന്നുണ്ട്. ഇവിടെ 500 യൂണിറ്റ് വേസ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. നമുക്കത് എഴുതാം. വേസ്റ്റേജ് യൂണിറ്റിൽ മാത്രം എന്ത് ചെയ്യുക? 500 എന്ന് കാണിക്കുക. ഇവിടെ റിയലൈസ് ചെയ്ത കാര്യം ഒന്നും പറയാത്തതുകൊണ്ട് എമൗണ്ടിലൊന്നും കാണിക്കരുത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നുണ്ട് 5,500. നമുക്കതും എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് 5,500 യൂണിറ്റ് ആണ്. എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ഓപ്പണിങ്ങും ക്ലോസിങ്ങും എത്രയാണ്? 15 പൈസയാണ്. അറ്റ് 50 പൈസ എന്ന് എഴുതുക. 5,500 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 825 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഇനി പ്രോസസ് സി കഴിഞ്ഞാൽ ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വേറെ പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് എഴുതാം. ഇപ്പൊ നോക്കിയേ, മൊത്തം 16,500 37,500 രണ്ടും കൂടെ കൂട്ടി 54,000 യൂണിറ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നോക്കിയേ 54,000 യൂണിറ്റ്. ഈ 54,000 നിന്നും 500 യൂണിറ്റ് വേസ്റ്റ് ആയിട്ട് പോയി. 5,500 യൂണിറ്റ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വെച്ചേക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും 54,000 ഇത് രണ്ടും കുറയണം. അപ്പോൾ ഇതെന്താണ്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6,000 യൂണിറ്റ് എന്ത് ചെയ്യണം? കുറയണം. 54,000 നിന്നും 6,000 യൂണിറ്റ് കുറഞ്ഞാൽ ബാക്കി 48,000 യൂണിറ്റ് ആണ് എന്തായിട്ടുള്ളത്? ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം 48,000 യൂണിറ്റ്. എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ ഈ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 11,625 വരും. അപ്പോൾ എഴുതുക 11,625 നിന്നും 825 എന്ത് ചെയ്യുക? കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ എത്ര വരും? 10,800 വരും. അപ്പോൾ നമുക്ക് എഴുതാം 10,800. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഈ 10,800നെ എന്ത് ചെയ്യുക?
48,000 യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും, പെർ യൂണിറ്റ് കിട്ടും 22 പൈസ കിട്ടും. അപ്പോൾ എഴുതാം അറ്റ് 22 പൈസ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെയും 11,625, ഇവിടെയും 11,625. യൂണിറ്റ് കൂട്ടുമ്പോൾ എത്ര വരും? 54,000. 54,000. ഇത്രയും ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നം, ഇവിടെ സെയിൽസ് നടക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പ്രത്യേകത ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. പിന്നെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡെബിറ്റിൽ നിന്ന് ക്രെഡിറ്റ് കുറച്ചങ്ങ് എഴുതിയാൽ മതി, അതാണ് എളുപ്പം. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പെർ യൂണിറ്റും കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ലാസ്റ്റ് ആ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഇല്ലുസ്ട്രേഷനും, ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ഇല്ലുസ്ട്രേഷനും ചെയ്തു അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് ഒരു മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയുള്ള മൊഡ്യൂൾസുമായിട്ട് നമുക്ക് മറ്റ് വീഡിയോസിലൂടെ കാണാം.